Very good morning to all. Today we will discuss about what are the tools used in TQM Total Quality Management. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, TQM എന്താണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, അതിൻ്റെ ഫിലോസഫികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയുന്നത് എന്തൊക്കെ ടൂൾസാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തേതാണ് പ്രോസസ് മാപ്സ്. A process map is a planning and management tool that visually describes the flow of work. Using process mapping software, a process map shows a series of events that produce an end result. A process map is also called a flowchart, process flowchart, process chart, functional process chart, functional flowchart, process model, workflow diagram, business flow diagram, or process flow diagram. It shows who and what is involved in a process and can be used in any business or organization and can reveal areas where a process should be improved. അപ്പോൾ നോക്കുക, എന്താണ് പ്രോസസ് മാപ്പ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എ പ്രോസസ് മാപ്പ് ഈസ് എ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ടൂൾ ദാറ്റ് വിഷ്വലി ഡിസ്ക്രൈബ് ദ ഫ്ലോ ഓഫ് വർക്ക്. ഒരു വർക്കിൻ്റെ ഫ്ലോ ഫ്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചലനം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ ഓഫ് വർക്ക് ഇതിനെ വിവരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ടൂളിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രോസസ് മാപ്പ് എന്ന് പറയുന്നത്. യൂസിങ് പ്രോസസ് മാപ്പിംഗ് സോഫ്റ്റ്വെയർ, അതായത് പ്രോസസ് മാപ്പിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ് മാപ്പ് നമ്മളോട് പറയും എന്താണ്, എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻ എൻഡ് റിസൾട്ടിലെ നമുക്ക് തരുന്ന ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമ്മളോട് പറയും. അപ്പോൾ ഇതിനെ എന്തൊക്കെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയാറുണ്ട്, പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന് പറയാറുണ്ട്, പ്രോസസ് ചാർട്ട് എന്ന് പറയാറുണ്ട്, ഫങ്ഷണൽ പ്രോസസ് ചാർട്ട് എന്ന് പറയാറുണ്ട്, ഫങ്ഷണൽ ഫ്ലോ ചാർട്ട് എന്ന് പറയാറുണ്ട്, പ്രോസസ് മോഡൽ എന്ന് പറയാറുണ്ട്, വർക്ക് ഫ്ലോ ഡയഗ്രാം എന്ന് പറയാറുണ്ട്, ബിസിനസ് ഫ്ലോ ഡയഗ്രാം എന്ന് പറയാറുണ്ട്, ഓർ പ്രോസസ് ഫ്ലോ ഡയഗ്രാം എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതിന് അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഷോസ് ഹൂ ആൻഡ് വാട്ട് ഈസ് ഇൻവോൾവ് ഇൻ എ പ്രോസസ്സിൽ, എന്താണ് ഒരു പ്രക്രിയയിൽ ആരാണുള്ളത്, എന്താണ് ഉള്ളത് എന്നത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ബിസിനസ് ഓർ ഓർഗനൈസേഷൻ, ഏതൊരു സ്ഥാപനത്തിലും ഏതൊരു ബിസിനസ്സിലും ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ക്യാൻ റിവീൽ ഏരിയാസ് വേർ ദ പ്രോസസ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്, എവിടെയാണ് നമ്മുടെ പ്രോസസ്സ്, ഏത് ഏരിയയിലാണ് നമ്മുടെ പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടത്, ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രോസസ് മാപ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പോക്കെയോക്കെ. നമുക്ക് എന്താണ് പോക്കെയോക്കെ. സോ പോക്കെയോക്കെ ഈസ് എ ജപ്പാനീസ് ടേം ദാറ്റ് മീൻസ് മിസ്റ്റേക്ക് പ്രൂഫിംഗ് ഓർ ഇൻഅഡ്വർട്ടൻറ്റ് എറർ പ്രിവെൻഷൻ. എന്താണ് പോക്കെയോക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസ് ടേമാണ്. എന്താണ് മിസ്റ്റേക്ക് പ്രൂഫിംഗ് എന്നാണ് അതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പ്രൂഫിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. ഇൻഅഡ്വർട്ടൻറ്റ് എറർ പ്രിവെൻഷൻ എന്നും പറയാറുണ്ട്. നോക്കുക എന്താണെന്നുള്ളത്. എ പോക്കെയോക്കെ ഈസ് എനി മെക്കാനിസം ഇൻ എ പ്രോസസ് ദാറ്റ് ഹെൽപ്സ് ആൻ എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റർ അവോയ്ഡ് മിസ്റ്റേക്ക്. ഓക്കെ, അതായത് ഒരു പ്രോസസ്സിൽ ഒരു എക്യുപ്മെൻറ്റ് ഓപ്പറേറ്ററെ മിസ്റ്റേക്ക് തടയുന്ന ഏതൊരു മെക്കാനിസത്തിനെയും നമുക്ക് എന്ത് പറയാം, പോക്കെയോക്കെ എന്ന് പറയാം. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു എലിമിനേറ്റ് ദ പ്രോഡക്റ്റ് ഡിഫക്ട്സ് ബൈ പ്രിവെൻറ്റിംഗ് ഓർ കറക്റ്റിംഗ് ഓർ ഡ്രോയിങ് അറ്റൻഷൻ ടു ഹ്യൂമൻ എറേഴ്സ് ആസ് ദേ ഒക്കർ എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതായത് എന്താണ്, എപ്പോഴൊക്കെയാണോ ഹ്യൂമൻ എറർ സംഭവിക്കുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട്, അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പ്രോഡക്റ്റിൻ്റെ ഡിഫക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. കൺസെപ്റ്റ് വാസ് ഫോർമലൈസ്ഡ് ആൻഡ് ദ ടേം അഡോപ്റ്റഡ് ബൈ ഷിഗോ സിംഗോ എന്ന് പറയുന്ന ആസ് എ പാർട്ട് ഓഫ് ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്ത് പോക്കെയോക്കെ എന്ന് പറയുന്ന ടേം എന്ത് ചെയ്തിട്ടുള്ളത്, ഫോർമലൈസ് ചെയ്തിട്ടുള്ളതും അതിനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതും ഒക്കെ. ഓക്കെ, അടുത്ത മെത്തേഡാണ് അല്ലെങ്കിൽ അടുത്ത ടൂളാണ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്. നോക്കുക, ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് ഈസ് എ ബേസിക് ടൂൾ ഫോർ root cause analysis that can help you take action once the root cause has been identified.
അപ്പോൾ ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ടൂളാണ് എന്തിനുള്ള റൂട്ട് കോസ് അനാലിസിസിൽ എന്താണ് റൂട്ട് കോസ് അനാലിസിസ് ആണ് ഏറ്റവും മൂല കാരണം എന്ന് പറയാറില്ല നമ്മൾ, അത് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന. അപ്പോൾ മൂലകാരണം കണ്ടുപിടിച്ചാൽ പിന്നെ എന്താണ് അതിൻ്റെ ആ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഒരിക്കൽ നമുക്ക് ആ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്താൽ മതി, ആക്ഷൻ എടുത്താൽ മതി. അപ്പോൾ ആ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്ന അനാലിസിസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദ ടെക്നിക് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് എനി സിറ്റുവേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഫോഴ്സസ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ദ കറൻറ്റ് സ്റ്റേറ്റ് ബീയിങ് ഇൻ ഇക്വിലിബ്രിയം. അതായത് ഇതിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യവും എന്തിൻ്റെ റിസൾട്ടാണ്, റിസൾട്ട് ഓഫ് ഫോഴ്സസ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് എന്നാണ് കറൻറ്റ് സ്റ്റേറ്റ് ബീയിങ് ഇൻ ഇക്വിലിബ്രിയം. അതായത് നിലവിൽ സന്തുലനാവസ്ഥയിൽ നിന്ന് പോകുന്ന ഒരു സ്ഥലത്ത് ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അതിന് എതിരായിട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് അനുകൂലിച്ചുകൊണ്ടുള്ള എന്തുണ്ടാവും, സിറ്റുവേഷൻ ഉണ്ടാവും. ആ രണ്ട് എന്താണ് ഫോറായിട്ടുള്ളത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ ഫോഴ്സസിൻ്റെ റിസൾട്ട് ആണ് എന്ത്, ഈ കറൻറ്റ് സ്റ്റേറ്റ് ബീയിങ് എന്നാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അസംഷൻ പറയുന്നത്. So countering the opposing forces or increasing the favorable forces will help induce a change by reinforcing positive and eliminating or reducing negative. എന്താണ് കൗണ്ടറിങ് ഓർ ഒപ്പോസിങ് ദ ഫോഴ്സ്, അതായത് എന്താണ് നമ്മൾ ഒരു എന്ത് ചെയ്യുക, ഒരു മാറ്റം വരുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഫേവറബിൾ ഫോഴ്സിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ് ഒരു മാറ്റത്തിനുള്ള എന്താണ് പ്രേരണയാണ് ഉണ്ടാവുക. അതായത് എന്താണ് പോസിറ്റീവ്സിനെ എന്ത് ചെയ്തുകൊണ്ട് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് തോട്ടിനൊക്കെ എന്താണ് ഒഴിവാക്കിക്കൊണ്ട് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എന്താണ് ഒരു മാറ്റത്തിനുള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ള എന്താണ് ഒരു തീരുമാനമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്, ഈ ഓപ്പോസിങ് ഫോഴ്സിലൂടെയും ഓർ ഇൻക്രീസിങ് ദ ഫേവറബിൾ ഫോഴ്സസിലൂടെയും എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് ഡസ് ദ ഫോളോയിങ്, എന്താ ചെയ്യുന്നതെന്ന് നോക്കുക. പ്രസൻറ്റ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓഫ് എ സിറ്റുവേഷൻ സോ ദേ ആർ ഈസിലി കമ്പയറബിൾ. അപ്പോൾ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ്, എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ്സ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടും എന്ത് ചെയ്യാൻ പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും, പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ. ദെൻ കൺസിഡർ ഓൾ ആസ്പെക്ട്സ് ഓഫ് മേക്കിംഗ് ദ ഡിസൈർഡ് ചേഞ്ച്. എന്താണ് എല്ലാ തരത്തിലും എന്താണ് ഈ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന എല്ലാ ആസ്പെക്റ്റുകളും എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. എൻകറേജ് ദ എഗ്രിമെൻറ്റ് അബൌട്ട് ദ റിലേറ്റീവ് പ്രയോറിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ എൻകറേജ് ദ എഗ്രിമെൻറ്റ്, അതായത് എന്താണ് ഓരോന്നിൻ്റെയും റിലേറ്റീവ് പ്രയോറിറ്റി, ഏതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഉറപ്പ് വരുത്തുന്നുണ്ട്. ആൻഡ് എൻകറേജ് ദ ഹോണസ്റ്റ് റിഫ്ലക്ഷൻ ഓൺ ദ അണ്ടർലൈയിങ് റൂട്ട്സ് ഓഫ് എ പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. എന്താണ് ഒരു എന്താണ് അണ്ടർലൈയിങ് റൂട്ട്സ് ഓഫ് എ പ്രോബ്ലം അല്ല, എന്താണ് നമ്മളൊരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക. ഇപ്പം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, നേരത്തെ എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നില്ല, ആളുകൾ നേരത്തെ എത്തുന്നില്ല. അപ്പോൾ അത് ആ ഒരു പ്രോബ്ലത്തിന് എന്ത് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുകൊണ്ടും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ അതേപോലെയാണ് എൻകറേജസ് ദ ഹോണസ്റ്റ് റിഫ്ലക്ഷൻ ഓൺ ദ അണ്ടർലൈയിങ് റൂട്ട്സ് ഓഫ് എ പ്രോബ്ലം. എന്താണ് ഒരു പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ എവിടെയാണ്, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ. ചിലപ്പം ബസ് ഉണ്ടാവില്ല, അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ആ രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്. അപ്പോൾ ഇവിടെ ഫോഴ്സസ് ഫോർ ചേഞ്ചസ് എഗെയിൻസ്റ്റ് ചേഞ്ച്, അപ്ഗ്രേഡ് ഫാക്ടറി വിത്ത് ഒരു ന്യൂ മാനുഫാക്ചറിങ് മെഷീൻ, പുതിയൊരു മെഷീൻ വാങ്ങുന്നതിൽ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളത് കസ്റ്റമർ വാണ്ട് ന്യൂ പ്രോഡക്ട്സ്, ഇംപ്രൂവ് സ്പീഡ് ഇൻ പ്രൊഡക്ഷൻ, റേസ് വോളിയം ഓഫ് ഔട്ട്പുട്ട്, മെയിൻ്റനൻസ് കോസ്റ്റ് ഇൻക്രീസിങ്, അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക ഉണ്ടാകുന്നത്. ലോസ് ഓഫ് സ്റ്റാഫ് ഓവർ ടൈം, ദെൻ സ്റ്റാഫ് ഫ്രൈറ്റൻഡ് ഓഫ് ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജിയും ആളുകൾക്ക് പേടി ഉണ്ടാവും. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കോസ്റ്റ് കൂടും. അതേപോലെ ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്.
അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഒരു അനാലിസിസ് രണ്ട് എന്താണ് ഫോഴ്സസും, അതായത് ഇൻക്രീസിങ് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ എന്താണ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഫോഴ്സ് എന്താണ് ഫീൽഡ് അനാലിസിസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഫിഷ് ബോൺ ഡയഗ്രാം. സോ ദ ഫിഷ് ബോൺ ഡയഗ്രാം ഓർ ഇഷിക്കാവ ഡയഗ്രാം ഇസ് എ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം that helps managers to track down the reasons for imperfections, variations, defects or failures. ഫിഷ് ബോൺ ഡയഗ്രത്തിൻ്റെ വേറൊരു പേരാണ് എന്ത്, ഇഷിക്കാവ ഡയഗ്രാം എന്ന്. അപ്പോൾ അത് എങ്ങനെയുള്ള, ഇറ്റ് ഈസ് എ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രമാണ്. ദാറ്റ് ഹെൽപ്സ് ദ മാനേജർ ടു ട്രാക്ക് ഡൗൺ ദ റീസൺ ഫോർ ഇംപെർഫെക്ഷൻസ്, വേരിയേഷൻസ്, ഡിഫക്റ്റ്. അപ്പോൾ ഒരു പ്രോസസ്സിലോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിലോ ഫെയിലിയർ ആവുക, അല്ലെങ്കിൽ അതിന് ഡിഫക്റ്റ് ഉണ്ടാവുക, അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവുക, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവുക, ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ഡൗൺ ചെയ്യുവാൻ മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു കോസ് ആൻഡ് എഫക്റ്റ്, കാര്യകാരണ സഹിതം, എന്തുകൊണ്ടാണ് ഇംപെർഫെക്ഷൻസ് വരുന്നത്, എന്തുകൊണ്ടാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്, ഡിഫക്റ്റായി പോകുന്നത് എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ്, അല്ലേ, ഈ കാര്യങ്ങളൊക്കെ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്ന ഒരു ഡയഗ്രമാണ് ഫിഷ് ബോൺ ഡയഗ്രാം. So the diagram looks just like a fish skeleton with the problem at its head and the causes for the problem feeding into the എന്താണ് സ്പൈൻ. അതായത് എന്താണ്, ഒരു മീനിൻ്റെ എന്താണ് സ്കെൽട്ടൺ പോലെയാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. അതിൻ്റെ തലഭാഗത്താണ് എന്തുണ്ടാവുക, പ്രോബ്ലം ഉണ്ടാവുക. ഇനി അതിൻ്റെ എന്താണ് കാരണങ്ങളൊക്കെയാണ് എന്തിലുണ്ടാവുക, ഈ സ്പൈനൽ കോഡിൽ എന്ത് ചെയ്യുക, കാരണങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. So once all the causes that underline the problem have been identified, അപ്പോൾ പ്രോബ്ലത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാനേജേഴ്സ് ക്യാൻ സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ ദ സൊല്യൂഷൻ ടു എൻഷുർ ദാറ്റ് ദ പ്രോബ്ലം ഡസൻറ്റ് ബിക്കം എ റെക്കറിങ് വൺ. അതായത് ഇത് വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നില്ല, വീണ്ടും വരില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യാം, മാനേജേഴ്സിന് തിരിയാം. ഈ രീതിയിലാണ് എന്താണ് ബാഡ് ബർഗേഴ്സ് എന്നുള്ളതാണ് അതൊരു പ്രോബ്ലം. അതിൻ്റെ പ്രോബ്ലമായിട്ട് എന്തുണ്ട്, മെറ്റീരിയൽസിൽ എന്താണ് മെത്തേഡ്സ്, മെഷീൻസ്, എൻവയോൺമെൻറ്റ്, മെഷർമെൻറ്റ്, പേഴ്സണൽ, ഇതിലൊക്കെ ഉള്ള അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ടു ഹോട്ട് വിൽ ഇമ്പാക്ട് ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. അതേപോലെ തന്നെ എന്താണ് ബർഗർ എന്ത് ചെയ്യുക, ക്വാളിറ്റീനെ ബാധിക്കും. ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യുന്നു, ക്വാളിറ്റീനെ ബാധിക്കുന്നു. ഇൻകറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് സ്പൈസ്, അതിൻ്റെ സ്പൈസ് ശരിയായില്ല. മിസ് ഹാൻഡ്ലിങ് പ്രശ്നങ്ങളുണ്ട്. ഫ്രഷ് അല്ല. അതേപോലെ നോട്ട് ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് ക്വാളിറ്റി, പറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽ അല്ല നമുക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത്. അൺഹൈജീനിക് പാക്കേജിങ് ആണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാന കാരണം എന്ന് പറയുന്നതാണ് ബർഗർ എന്താണ് ബാഡാണ്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ റെസിപ്പിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ എന്താണ് സ്പൈസസിൻ്റെ ഇൻഗ്രീഡിയൻസിലുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് അതിൻ്റെ സ്പൈനൽ, അതിൻ്റെ എന്താണ് എല്ലിൻ്റെ ഭാഗത്തൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു മീനിൻ്റെ പോലെ തോന്നുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി മാനേജേഴ്സ് എന്ത് ചെയ്താൽ മതി, ഇതിനുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്താൽ മതി, കണ്ട് പിടിച്ചാൽ മതി, വീണ്ടും എന്ത് ചെയ്യാൻ, ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. അടുത്താണ് എന്താ, PDSA സൈക്കിൾ. PDSA ഓർ എന്താണ് പ്ലാൻ, ഡു, സ്റ്റഡി, ആക്ട് is an iterative 4-stage problem solving model used for improving a process or carrying out a change. അതായത് ഒരു പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിനോ ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലം സോൾവിങ് മോഡലാണ് PDSA സൈക്കിൾ എന്ന് പറയുന്നത്. സോ PDCA എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ട് വാസ് മെയ്ഡ് പോപ്പുലർ ബൈ ഡോക്ടർ എഡ്വാർഡ് ഡെയ്മിങ് എന്ന് പറയുന്ന ആളാണ് ആദ്യം PDCA എന്ന് പറയുന്നത്, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് എന്ന് പറയുന്നത്. ലൈറ്റർ ഡെയ്മിങ് മോഡിഫൈഡ് PDCA ടു PDSA, അതായത് എന്താണ് PDCAയിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, PDSAയിലേക്ക് മോഡിഫൈ ചെയ്ത്, അതായത് പ്ലാൻ, ഡു, സ്റ്റഡി, ആക്ടിലേക്ക് എന്ത് മാറ്റി. സോ ആസ് ടു ബെറ്റർ ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് എന്താണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് PDCAയിൽ നിന്നും അദ്ദേഹം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, PDSAയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് PDSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോസസ് നെസസറി ടു ഡെലിവർ റിസൾട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ
എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്താണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോസസ്സ്. അതായത് നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഡെലിവറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഡെലിവറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താണ് ഒബ്ജക്റ്റീവ്സും അതിൻ്റെ പ്രോസസ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് പ്ലാൻ എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം ഉദ്ദേശിക്കുന്നത്. ഡു എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ദ ന്യൂ പ്രോസസ്സ്, അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയ പ്രോസസ്സ് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓഫൺ ഓൺ സ്മോൾ സ്കെയിൽ എന്നാണ്, ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ദ ന്യൂ പ്രോസസ് ആൻഡ് കമ്പയർ ദ റിസൾട്ട് അഗെയിൻസ്റ്റ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട് ടു അസർട്ടൈൻ എനി ഡിഫറൻസസ്. അതായത് എന്താണ്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ന്യൂ പ്രോസസ്സിനെ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് സ്റ്റഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യുക, എക്സ്പെക്റ്റഡ് റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഷോ ഹൗ ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്, എങ്ങനെയാണ് എന്ത് ചെയ്യുക നമുക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. Then act, analyze the difference to determine their cause. എന്താണ് if there is deviation, അതായത് എക്സ്പെക്റ്റഡും അതേപോലെ ആക്ച്വലും തമ്മിൽ എന്തുണ്ടെങ്കിൽ ഡീവിയേഷൻ ഉണ്ട് എങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. സോ ഈച്ച് വിൽ ബി എ പാർട്ട് ഓഫ് ഐദർ വൺ ഓർ മോർ ഓഫ് ദ PDCA സ്റ്റെപ്പ്. എന്താണ് വീണ്ടും എന്ത് ചെയ്ത് ചെയ്യുക, ഡിറ്റർമിൻ വേർ ടു അപ്ലൈ ദ ചേഞ്ചസ് ദാറ്റ് വിൽ ഇൻക്ലൂഡ് ദ ഇമ്പ്രൂവ്മെൻറ്റ്. എന്ത് ചെയ്യുക, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കേണ്ടതുണ്ട്. ഇതാണ് PDCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് എന്താ പ്ലാൻ, ഡു, സ്റ്റഡി, ആക്ട്. പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്ക്രൈബ് ദ ഒബ്ജക്റ്റീവ്, ചേഞ്ച് ബീയിങ് ടെസ്റ്റഡ്, പ്രഡിക്ഷൻസ്, ഡു റൺ ദ ടെസ്റ്റ്, ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻസ്, കളക്ട് ഡാറ്റ, അനലൈസ് ചെയ്യുക, ദെൻ കമ്പയർ ദ ഔട്ട്കംസ് ടു പ്രഡിക്ഷൻസ്, സമ്മറൈസ് വാട്ട് യു ലേൺഡ്, ദെൻ ഡിസൈഡ് വാട്ട് ഇസ് നെക്സ്റ്റ്, മേക്ക് ദ ചേഞ്ചസ് ആൻഡ് സ്റ്റാർട്ട് അനദർ സൈക്കിൾ. അടുത്തതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. സോ ബെഞ്ച് മാർക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ കോസ്റ്റ്, സൈക്കിൾ ടൈം, പ്രൊഡക്ടിവിറ്റി ഓർ ക്വാളിറ്റി ഓഫ് എ സ്പെസിഫിക് പ്രോസസ് or method to another that is widely considered to be an industry standard or best practice. എന്താ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിങ്, എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുകയാണ്. കോസ്റ്റ്, സൈക്കിൾ ടൈം, പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ഓഫ് എ സ്പെസിഫിക് പ്രോസസ്സ്, മെത്തേഡ്സ്, ഇതൊക്കെ കമ്പയർ ചെയ്യുക. എന്തുമായിട്ടാണ് കമ്പയർ ടു അനദർ ദാറ്റ് ഈസ് ഇങ്ങനെയുള്ള വൈഡ്ലി കൺസിഡർഡ് ടു ബി എൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്, ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതെന്താണ്, കൺസിഡർ ചെയ്യുന്നതുമായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് എന്താണ്, അതിന് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ സൈക്കിൾ ടൈം, പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ഒക്കെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയണത്, ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയണത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാക്കൾ ആ ലൊക്കാലിറ്റിയിലുള്ള നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിയായിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. കണ്ടോ അവനൊക്കെ നല്ല മാർക്കുണ്ട്, നീ എന്താ ഇങ്ങനെ നടക്കണമെന്ന് ചോദിക്കാറുണ്ടാവും അല്ലേ. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത് അല്ലെ, ബെഞ്ച് മാർക്കിംഗ്. അതായത് ഇവിടെ ഇൻഡസ്ട്രിയിലെ എന്താണ് ബെസ്റ്റ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുമായിട്ട് എന്ത് ചെയ്യുകയാണ്, ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ആൾസോ റെഫേർഡ് ടു ആസ് ബെസ്റ്റ് പ്രാക്ടീസ് ബെഞ്ച് മാർക്കിംഗ് ഓർ പ്രോസസ് ബെഞ്ച് മാർക്കിംഗ് എന്നാണ് എന്ത് പറയാറുണ്ട്. ബെസ്റ്റ് പ്രാക്ടീസ് ബെഞ്ച് മാർക്കിംഗ് എന്നും പ്രോസസ് ബെഞ്ച് മാർക്കിംഗ് എന്നും പറയാറുണ്ട്. So it is a process used in management and particularly strategic management, in which organizations evaluate various aspects of their process in relation to the best practice, usually with a peer group defined for the purpose of comparison. അതായത് സാധാരണ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ഇൻ മാനേജ്മെൻറ്റിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതിലെന്താ ചെയ്യുക, ഇൻ വിച്ച് ഓർഗനൈസേഷൻസ് ഇവാലുവേറ്റ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദിയർ പ്രോസസ്സ്. ആ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് എന്ത് ചെയ്യുന്നു, ബെസ്റ്റ് പ്രാക്ടീസുമായിട്ട്, അതായത് ആ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ എന്താണ് സിമിലർ ഓർഗനൈസേഷനിലോ ഉള്ള എന്താണ് ബെസ്റ്റ് പ്രാക്ടീസസുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെഞ്ച് മാർക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എന്ത്, അഫിനിറ്റി ഡയഗ്രാം.
So an affinity diagram is a tool that gathers large amount of language data, that is ideas, opinions, issues, and organize them into grouping based on their natural relationship. So the affinity process is often used to group ideas generated by brainstorming. അതായത് an affinity diagram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ ചില അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഗ്യാദർ ചെയ്തിട്ടുള്ള ഡാറ്റയെ ഓർഗനൈസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക, അതായത് അതിൻ്റെ നാച്ചുറൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, അഫിനിറ്റി ഡയഗ്രാം എന്ന് പറയും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മളെന്ത് പറയുന്നത്, അഫിനിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒക്കെ ഫലമായിട്ട് അല്ലെ, നമുക്ക് ഒരുപാട് ക്ലാസ്സൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് ബ്രെയിൻ സ്റ്റോമിങ് നടത്തുക എന്ന് പറയുക. അല്ലെ എന്താണ്, ആ സമയത്ത് നമുക്കും ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവും, അതിൻ്റെ ഫലമായിട്ട് നമുക്കും ഒരുപാട് ചിന്തകളുണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ഐഡിയകളൊക്കെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുന്ന എന്നാണ് ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫിനിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്, ട്രീ ഡയഗ്രാം. So a tree diagram is a new management planning tool that depicts the hierarchy of tasks and subtasks needed to complete an objective. അതായത് ട്രീ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് ടൂളാണ്. എന്ത് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ടുന്ന ടാസ്കിനെയും സബ് ടാസ്കിൻ്റെയും ഹയറാർക്കി സൂചിപ്പിക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ട്രീ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ദ ട്രീ ഡയഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് വൺ ഐറ്റം that branches into two or more, or each of which branch into two or more, and so on. അതായത് എന്താണ്, ആദ്യം എന്ത് ചെയ്യുന്നു, ഒന്ന് തുടങ്ങുന്നു, അതിനെ രണ്ടായിട്ട് തരംതിരിക്കും, ആ രണ്ടായിട്ട് തരംതിരിക്കുന്ന ഓരോന്നും വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കും, അതിൽ നിന്ന് മൂന്നിൽ നിന്ന് ഓരോന്നും എന്താണ് ചിലപ്പോൾ മൂന്നോ രണ്ടോ ആയിട്ട് വീണ്ടും തരംതിരിവുണ്ടാവും. അപ്പോൾ അതൊരു ട്രീ പോലെ എങ്ങനെ എന്ത് ചെയ്യും, പോവും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ട്രീ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ദ ഫിനിഷ്ഡ് ഡയഗ്രാം ബിയേഴ്സ് എ റിസംബ്ലൻസ് ടു എ ട്രീ വിത്ത് എ ട്രങ്ക് ആൻഡ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് എന്നാണ്. അത് ഇതുപോലെ ഉണ്ടാവും, ഒരു മരം പോലെ ഇങ്ങനെ നിൽക്കും എന്നാണ് നമ്മൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് ഡൗൺ ദ ബ്രോഡ് കാറ്റഗറീസ് ഇൻ ടു ഫൈനൽ ലെവൽസ് ഓഫ് ഡീറ്റെയിൽസ്. അതായത് ഒരു ചെറിയൊരു സംഭവത്തിനെ വീണ്ടും എന്ത് ചെയ്യുക, മുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യണത്, ഉപയോഗിക്കുന്നത്. So developing the tree diagram helps you to move your thinking step by step from generalist to non-specific. അതായത് ഒരു ജനറൽ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ജനറലിൽ നിന്നും സ്പെസിഫിക് ഐഡിയയിലേക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കുവാൻ സാധിക്കും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ലെവൽ ഒന്നാണ് മെയിൻ ഇംപ്രൂവ് ദി വർക്ക് പ്ലേസ് എൻവയോൺമെൻറ്റ്. അപ്പം ഇംപ്രൂവ് പ്രോസസ്സ്, ക്ലീൻനെസ്, മെഷർ എന്താണ്, റിസൾട്ട്. അപ്പോൾ അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഓരോന്നും മൂന്നെണ്ണമായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഇതിനെ വീണ്ടും മൂന്നെണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് പോവുക, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ട്രീ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ. ഇനിയും ഒരുപാട് ടൂളുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ചില ടൂളുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യുക, ചോദിക്കുക.